ഹായ്. സോ കുറച്ച് നാളായിട്ട് ട്രേഡ് വീഡിയോസൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ട്രേഡ് റീക്യാപ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യണം എന്നോർത്തിരിക്കുകയാണ്. ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് ട്രേഡ് എടുത്തു എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ മേ ബി നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ എന്നോർത്തിട്ടാണ് അന്ന് അങ്ങനെ വീഡിയോസ് സീരീസ് ചെയ്യാമെന്നോർത്തത്. ആൻഡ് ദിസ് വിൽ ബി ദി ഫസ്റ്റ് വീഡിയോ. നിങ്ങൾക്ക് ഇത് ഇൻസൈറ്റ്ഫുൾ ആണ്, നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണ്, നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഞാൻ പ്ലാൻ ചെയ്യാം. ആൻഡ് ഇഫ് ഇറ്റ്സ് ബോറിങ് ആൻഡ് നോട്ട് നെസസറി അതും കൂടെ പറയുക. അതുകൊണ്ട് എനിക്ക് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ ഡു ഷെയർ യുവർ തോട്ട്സ് ഓൺ വെദർ ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ഓർ നോട്ട്. ഞാൻ ഇന്നൊരു ട്രേഡ് എടുത്തു, അതിൻ്റെ ഒരു റീക്യാപ്പ് വീഡിയോ ആണിത്. സോ ന്യൂയോർക്ക് സെഷനിലാണ് ട്രേഡ് എടുത്തേക്കുന്നത്. ഗോൾഡിൽ ഒരു 1:2 RR ട്രേഡ് കിട്ടി. സോ ഇത് ഗോൾഡിൻ്റെ ഫ്യൂച്ചേഴ്സാണ്. ഞാൻ ഗോൾഡിൻ്റെ ഫ്യൂച്ചേഴ്സിലാണ് ട്രേഡ് എടുത്തത്. ഐ ഗോട്ട് ആൻ എൻട്രി സംവെയർ അറൗണ്ട് ഹിയർ ആൻഡ് സ്റ്റോപ്പ് ഈ ഹൈയിലാണ് വെച്ചേക്കുന്നത്. ആൻഡ് ദ ട്രേഡ് ഐഡിയ വാസ് 1:2 ഹിയർ. കറക്റ്റ് 1:2 ആയിരുന്നു എനിക്ക് കിട്ടിയത്. സോ സംതിങ് ലൈക്ക് ദിസ്. സോ 1:2 RR പെട്ടെന്ന് ഒരു സിംഗിൾ ഡ്രോപ്പിൽ തന്നെ ഒരു ഫുൾ ട്രേഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് ഇത് പ്രീ മാർക്കറ്റാണ്. ന്യൂയോർക്കിൻ്റെ 9:30 ഇപ്പോഴാണ് ഓപ്പൺ ആയേക്കുന്നത്. ബട്ട് ദിസ് ഇസ് എ പ്രീ മാർക്കറ്റ് ട്രേഡ്. ഇനി അതിൻ്റെ ട്രേഡ് ഐഡിയ എന്തുകൊണ്ട് ഫോം ചെയ്തു എന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അത് കഴിഞ്ഞിട്ട് അതൊന്നുകൂടെ മാർക്ക് ചെയ്ത് കാണിക്കാം. സോ രാവിലെ തന്നെ ഞാൻ മാർക്കറ്റിനകത്ത് ഇരിക്കുമ്പോഴത്തേനും പറഞ്ഞിരുന്നു നമ്മൾ പ്രീമിയത്തിലാണ് നിൽക്കുന്നത്, ഡിസ്കൗണ്ടിലേക്ക് വരണം. കാരണം 4 അവർ അല്ലെങ്കിൽ ഡെയിലി വെച്ചിട്ട് തന്നെ പോകാം. ഡെയിലി പ്രൊഫൈൽ വെച്ചിട്ട് ബുള്ളിഷാണ്. ബട്ട് 4 അവർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹോൾ റേഞ്ചിൻ്റെ പ്രീമിയത്തിൽ നമ്മൾ വന്നിട്ടില്ല. പ്രീമിയത്തിലാണ് നിൽക്കുന്നത്, ഡിസ്കൗണ്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ടിലേക്ക് ഒരു മൂവ്മെൻ്റ് ആണ് പ്രതീക്ഷിച്ചത്. ആൻഡ് നമ്മൾ ഓൾറെഡി 4 അവറിൻ്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. അതിനകത്ത് ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സോ ഇതുണ്ടോ, ഇതിനകത്ത് ടാപ്പ് ചെയ്തിട്ടാണ് പ്രീവിയസ് ക്യാനിൽ നിൽക്കുന്നത്. സോ പുതിയ 4 അവർ ക്യാനിലാണ് ഈ കാണുന്നത്, ദിസ് വൺ. അപ്പം ഈ പുതിയ 4 അവർ ക്യാനിൻ്റെ വിക്ക് താഴത്തേക്ക് വന്നിട്ടില്ലായിരുന്നു. സോ എൻ്റെ മോഡൽ അനുസരിച്ച് അത് താഴെ പോയൊരു സ്വീപ്പോടെ തന്നിട്ട് ഇൻ കേസ് മേളിലേക്ക് കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ ഒരു 15 മിനിറ്റിൻ്റെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു തിയറി. ആൻഡ് ഈ ഏഷ്യൻ ഹൈ തൊട്ട് ഈ ലണ്ടൻ ലോ എടുത്തേക്കുന്ന ഈ ലോ വരെയുള്ളതിൻ്റെ പ്രീമിയം ഡിസ്കൗണ്ട് ഒന്ന് വാച്ച് ചെയ്യണം. ജസ്റ്റ് സെക്കൻഡ്. സോ ഇതുണ്ടോ, കറക്റ്റ് OT വന്നിട്ടാണ് പ്രൈസ് റിജക്റ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് എൻട്രി എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി 30 മിനിറ്റിൻ്റെ സ്വീപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ഹൈ OT ചെന്നു. സോ അത് പ്രീമിയത്തിലാണ് പ്രൈസ് നിൽക്കുന്നത്. അത് ഒരു സ്വീപ്പോടെ തന്നു. സോ 30 മിനിറ്റുമായിട്ട് അലൈൻ ആയിട്ടുള്ള 3 മിനിറ്റ് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ചേഞ്ച് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. സോ അത് റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് അടുത്ത 30 മിനിറ്റ് ക്യാൻഡലിൻ്റെ വിക്ക് ഫോം ചെയ്തതും പിന്നെ ഒരു 3 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് താഴത്തേക്ക് തന്നു. സോ ഇതൊരു ചേഞ്ച് സ്റ്റേറ്റ് ആയിട്ട് വെച്ചിട്ട് ഈ 5 മിനിറ്റിൻ്റെ ക്ലോഷറും കൂടെ വാച്ച് ചെയ്തു. സോ ഇതിൻ്റെ താഴെ അത് ക്ലോസ് ചെയ്തു. അപ്പം അടുത്തൊരു ക്യാൻഡിൽ തന്നെ എൻട്രി എടുക്കാൻ വേണ്ടി പറ്റി. സോ ദിസ് ഇസ് ദ ട്രേഡ് ഐഡിയ. ഇതിവിടെ വെച്ചു, സ്റ്റോപ്പ് ഈ ഹൈയിൽ വെച്ചു. ആൻഡ് ഡ്രോ ക്ലിയർ ആയിരിക്കണം. എങ്ങോട്ടാണ് എയിം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയണം. സോ 1:2 എന്ന് വെച്ചു. എനിക്കിവിടെ എല്ലാം കിട്ടി, കുറച്ചുകൂടെ താഴെ കിട്ടി. സംതിങ് ലൈക്ക് ദിസ്. സോ 1:2 RR ട്രേഡ് അതങ്ങനെ ഫോം ചെയ്തു. ഇത് മാത്രമല്ല, ഞാൻ ലണ്ടൻ സെഷനിനകത്ത് GBPയിൽ ഒരു എൻട്രി എടുത്തിരുന്നു. സോ അതുകൂടെ കാണിച്ചു തരാം. സോ ഈ ഒരു മൂവ് ഉണ്ടോ, ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പ്രൈസ് ഓൾറെഡി യൂറോയിൽ ആക്ച്വലി ഒരു SMT ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു SMT ഫോം ചെയ്ത് നിൽക്കുവാണ്. ആൻഡ് വിത്ത് പൗണ്ട് ആ ലോ എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് SMT ഉണ്ട്. സോ ഇത് പുഷ് ചെയ്യണം എന്നുള്ളതായിരുന്നു ട്രേഡ് ഐഡിയ. ആൻഡ് മൺഡേ നമുക്ക് ക്ലിയർ ഡ്രോ ഉണ്ടായിരുന്നു. ഇതുണ്ട്, ഇവിടെ കുറേ സ്റ്റാഗ്ഡ് ഹൈസ് ഉണ്ട്. സോ ഈസി ലിക്വിഡിറ്റി പൂൾസ് ആണ് ഇതെല്ലാം. കുറേ ഹൈസ് ഉണ്ടല്ലോ, 1 2 3 4 5 6 ഹൈസ് ഉണ്ട്. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആൻഡ് പ്രൈസ് ഓൾറെഡി ഡിസ്കൗണ്ടിലാണ് നിന്ന്. ഏഷ്യൻ ലോ തൊട്ട് ലണ്ടൻ ലോ വരെയുള്ളതിന് ഡിസ്കൗണ്ടിലാണ് നിന്ന്. പ്രൈസ് തിരിച്ച് പ്രീമിയത്തിനകത്തോട്ട് പോകണം എന്നുള്ളതായിരുന്നു ബയസ്. ഇവിടെ നിന്നു. ആദ്യം ഞാൻ ഇതിനകത്തൊരു എൻട്രി എടുത്തു. ബ്രേക്കിങ്ങിൽ ഇറങ്ങേണ്ടി വന്നു ബിക്കോസ് ന്യൂസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇവിടുന്ന് ഇറങ്ങി. ഇതായിരുന്നു ആ ട്രേഡ്. എയിമിങ് ഫോർ 2 hour. ഇവിടെ കറക്റ്റ് ഈക്വലിബ്രിയം ആണ് മാർക്ക് ചെയ്ത് വെച്ചത് 2 hour ആയിട്ട്. അതിനകത്തോട്ടായിരുന്നു ട്രേഡ്. സോ പ്രൈസ് താഴത്തേക്ക് ഈ ഒരു ഹൈ എടുത്തതിന് ശേഷം പ്രൈസ് താഴത്തേക്ക് വന്നു. ആൻഡ് ഈ ലോ എടുത്തില്ല, ലണ്ടൻ ലോ എടുത്തില്ല. അതേസമയം GBP ആ ലോ എടുക്കുകയും കൂടെ ചെയ്തു. ചെയ്തിട്ടുണ്ടോ ഇവിടെ. അപ്പം ഒരു SMTയും കൂടെ ഫോം ചെയ്തു. SMT. സോ ക്രാക്കിംഗ് കോറിലേഷൻ സംഭവിച്ചു. ഞാൻ അന്നേരം GBPയിൽ ഇവിടെ പോയി എൻട്രി എടുത്തു. GBP ഈ ഒരു സിംഗിൾ ക്യാൻഡലിനെ ഞാൻ ഓർഡർ ബ്ലോക്ക് ആയിട്ട് വെച്ചു. 1:2 RR ഇവിടെ കിട്ടി.
ഈ ഒരു സിംഗിൾ ക്യാൻഡിലിനെ മാത്രമേ ഇവിടെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തിട്ടുള്ളൂ. സോ കൺസിഡറിങ് ദിസ് വൺ ആസ് ദ ഓർഡർ ബ്ലോക്ക്. സോ ഇന്ന് 2 ട്രേഡ് എടുത്തത് ഇതൊക്കെയായിരുന്നു. GBPയിൽ ഒരു ട്രേഡും ഗോൾഡിൽ ഇപ്പം ഫ്യൂച്ചേഴ്സിനകത്ത് ഒരു ട്രേഡുമാണ് എടുത്തത്. സോ ഇതാണ് ആ റീക്യാപ്പ്. നിങ്ങൾക്ക് അത് എന്തെങ്കിലും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രൈസ് മൂവ്സ് ഫ്രം പ്രീമിയം ടു ഡിസ്കൗണ്ട്. സോ അതെപ്പോഴും വാച്ച് ഔട്ട് ചെയ്യുക. ജസ്റ്റ് ബിക്കോസ് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടണമെന്നില്ല. എപ്പോഴും ഹയർ ടൈം ഫ്രെയിമായിട്ട് അലൈനായിട്ട് മാത്രം ട്രേഡ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആൻഡ് അങ്ങനെ എടുക്കുമ്പോഴാണ് മോസ്റ്റ്ലി നല്ല ട്രേഡ്സ് കിട്ടാൻ പോകുന്നത്. നമ്മളിപ്പം റീട്രേസ്മെൻ്റ് ഒക്കെ ക്യാച്ച് ചെയ്യാൻ പോയാലും ചില സമയത്ത് വർക്കൗട്ട് ആകണമെന്നില്ല. ഞാൻ രാവിലെ ഗോൾഡ് ട്രേഡ് എടുത്തില്ല, കാരണം എനിക്ക് പ്രൈസ് പ്രീമിയത്തിൽ വരണമെന്നുണ്ടായിരുന്നു. ഞാൻ രാവിലെ തൊട്ടേ എൻ്റെ ലൈവിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു പ്രൈസ് പ്രീമിയത്തിൽ ഇതുവരെ വന്നിട്ടില്ല. സോ ഞാൻ പ്രീമിയത്തിൽ നിന്ന് മാത്രമേ സെല്ല് എടുത്തുള്ളൂ. സോ ഞാൻ ഇതിന് മണ്ടയിൽ വന്നാൽ മാത്രമേ സെല്ല് എടുത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു, 2 ഡേയുടെ മണ്ടയിൽ നിന്ന്. നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈവ് ഇപ്പം അപ്ലോഡ് ആയതിനു ശേഷം നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. സോ അത് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനകത്ത് എൻട്രി എടുത്തില്ല. സോ ഇവിടെ പ്രൈസ് ഓൾറെഡി ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്ത പോലെ പ്രൈസ് ഇവിടെ നിന്ന് താഴത്തേക്കൊന്ന് തിരിഞ്ഞു. പക്ഷേ സിൽവർ അത്ര മൂവ്മെൻറ്റ് തന്നുമില്ല, ഒരു കൺഫർമേഷനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രൈസ് പിന്നെയും റാലി ചെയ്ത് മേളിലേക്ക് പോയി. ആൻഡ് ഈ ഹൈ എടുത്തതിന് ശേഷം പ്രീ മാർക്കറ്റിൽ നമുക്കൊരു ട്രേഡ് ഈ ട്രേഡ് ഐഡിയ തരുമായിരുന്നു ചെയ്തത്. സോ ദിസ് ഇസ് ദ ട്രേഡ് റീക്യാപ്പ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഇറ്റ് ബിലോ. അതുകൊണ്ട് തന്നെ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യാം. സോ വെദർ ഇറ്റ്സ് എ വിൻ ഓർ ലോസ്, പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് പോസ്റ്റ് ചെയ്യാം, വീഡിയോസ് കുറേ കൂടെ ചെയ്യാം. So do comment below whether you want more videos like this. Bye.